മലപ്പുറത്തേക്കാണ്. അവിടെ കാളികാവിൽ ഭീതി പരത്തിയ കടുവയെ കൂരിക്കളാട് എസ്റ്റേറ്റിൽ കണ്ടതായി വിവരം. അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്കായി എസ്റ്റേറ്റിനകത്തേക്ക് പോയിട്ടുണ്ട്. ആദിവാസി കുടുംബം നൽകിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ പരിശോധന. വിവരങ്ങൾ നൽകാനായി വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. അതിന് മുൻപ് ഒരു പ്രതികരണത്തിലേക്ക്. കടുവനെ കണ്ടു എന്നാണ് വിളിച്ചു പറഞ്ഞ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞാണ്. ആറാട്ടി വരുന്നുണ്ട്, അവിടെ വിളിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാർ ആരും ഉണ്ടായില്ല. അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ പിന്നെ ആദിവാസികൾ താമസിക്കുന്ന ആളുണ്ട്, അതിന് പരിസരത്ത് വെച്ച് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആദിവാസികൾ വിളിച്ചു പറഞ്ഞതാണ്. അങ്ങനെ അവര് ആറാട്ടിയും പിന്നെ ഡോക്ടറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ഭാഗത്തായിട്ടാണ് പറഞ്ഞത്? അത് കുരിക്കളാട് എസ്റ്റേറ്റ്, മദാരി കുരിക്കളാട് എസ്റ്റേറ്റിൽ പോയിട്ട്. ഇന്നലെ ഇവിടെ തന്നെയാണ് കണ്ടത്. ഇന്നലെ ഇതിന്റെ ഒരു 300-400 മീറ്റർ മുകളിൽ വെച്ചിട്ടാണ് ഇന്നലെ ലൈവായിട്ട് കണ്ടത്. കാട് പിടിച്ച സ്ഥലമാണ്. അവിടെ പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഈ മുള്ളും കാടുമായിട്ട് പരിശോധനക്കായിട്ട് വല്ല ഇറങ്ങിയിട്ടുണ്ട്. വിവരങ്ങൾ വിഷ്ണു പ്രകാശ് നൽകും. വിഷ്ണു, ഒരു കുടുംബം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ പരിശോധന നടത്തുന്നത്. അവിടെ കടുവയുള്ളതായി സ്ഥിരീകരിച്ചോ? ഹിമ, ഇപ്പോഴും ആ പരിശോധന തുടരുകയാണ്. നേരത്തെ 3 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ RRT ടീമിനൊരു വിവരം കിട്ടുന്നത്. അവിടെ ആദിവാസി കുടുംബമുണ്ട്, തേൻ ശേഖരണത്തിനായി എത്തിയ കുടുംബമായിരുന്നു. ആ കുടുംബത്തിലെ ഒരു അംഗം ഈ കടുവയെ കണ്ടു എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് RRT ടീമിന് ആ സന്ദേശം നൽകുകയും തുടർന്ന് മയക്കുവെടി ഉൾപ്പെടെയുള്ള സംഘവുമായി അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള RRT സംഘം ഈ കാട്ടിലോട്ട് കയറി പോവുകയുമായിരുന്നു. ഇന്നലെ കടുവയെ കണ്ട ആ പ്രദേശത്തിന് തന്നെ സമീപത്തുള്ള കുരുക്കളാട് എസ്റ്റേറ്റ് ഭാഗത്തായിട്ടാണ് ഇന്ന് കടുവയെ കണ്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന ഇപ്പോഴും നടന്നു വരികയാണ്. അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ അവിടെ റേഞ്ചും തരത്തിലുള്ള ആശയവിനിമയങ്ങളെല്ലാം സാധ്യമല്ല. അവർ കയറി നിലവിൽ ആ കാട്ടിൽ തന്നെ പരിശോധന നടത്തി വരികയാണ്. അതിനുശേഷം പുറത്തോട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഇതിൽ ഒരു സ്ഥിരീകരണം, അതായത് കടുവയെ കണ്ടോ, ഏത് ഭാഗത്താണ്, അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചോ എന്നുള്ള വിവരത്തിൽ ഒരു സ്ഥിരീകരണം ലഭ്യമാവുള്ളൂ. ഇന്നലെയും ഇതുപോലെ തന്നെ ഏകദേശം ഈ നേരത്ത് തന്നെ ഈ സമീപ പ്രദേശത്ത് തന്നെ ഈ കടുവയെ കണ്ടിരുന്നു. എന്നാൽ അതിനെ പിന്തുടരുന്നതിലും ഈ ലൊക്കേറ്റ് ചെയ്യുന്നതിലെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കടുവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. അതുപ്രകാരം അവർക്ക് മയക്കുവെടി വെക്കുന്നതിലടക്കം ബുദ്ധിമുട്ടുണ്ടായി. ഇന്നലെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലെ ഇവർക്ക് ഈ മയക്കുവെടി വയ്ക്കാനുള്ള സംഘം ഈ കടുവയെ കണ്ട സാഹചര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ ആ ഒരു സംഘമുണ്ട്. എന്നാൽ ഈ റബ്ബർ എസ്റ്റേറ്റാണ് ഈ പ്രദേശത്തെല്ലാം ഉള്ളത്. ഇടതൂർന്ന മരങ്ങളുണ്ട്, റബ്ബർ മരങ്ങളെല്ലാം തിങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത് മയക്കുവെടി വയ്ക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലമാണോ എന്നതിലടക്കം ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും RRT സംഘമുണ്ട്, മയക്കുവെടി സംഘം ഉൾപ്പെടുന്ന ഒരു വലിയ ടീമാണ്. അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇപ്പോൾ ഉള്ളിൽ വനത്തിനുള്ളിൽ പരിശോധന നടത്തുന്നത്. ഇവർക്ക് അവിടെ നിന്നും പുറത്തിറങ്ങിയ ശേഷം മാത്രമാണ് ഇവർക്ക് ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തോ അഥവാ വെടിവെക്കാനുള്ള സാഹചര്യമുണ്ടോ എന്നതടക്കമുള്ള വിവരം ലഭിക്കുകയുള്ളൂ. ശരി, വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയ. എന്തായാലും ഒരു കുടുംബം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ്. ഒരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം. ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള വനവകുപ്പിന്റെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പ്രദേശവാസിയായ വേലായുധൻ കടുവയെ കണ്ടെന്ന് പറയുന്ന മേഖലയിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. അവിടുത്തെ ഒരാളുടെ പ്രതികരണം കേൾക്കാം. സംഭവിച്ചെന്ന് വെച്ചാല് വേറൊന്നും സംഭവിച്ചാൽ ഞാൻ സാധനം കണ്ടേ ഉള്ളൂ. ഞാനൊരു മിന്നണ്ട കണ്ടു, അത്ര മാത്രമേ ഉള്ളൂ. ഇത് കുരുക്കൽക്കാട് എസ്റ്റേറ്റാണ്. സൗണ്ട് കണ്ടില്ല, ഞാൻ നേരിട്ട് കണ്ട് സാധനം ആ ഓടായിരുന്നു. അതൊരു കിലോമീറ്റർ അടുത്ത് വെച്ചാണ്, 1 കിലോമീറ്റർ ഉണ്ട്. കടുവേനാണ്.